പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ SLC വാല്യുവേഷന് 2ാം ദിനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സ് എല്ലാ വിഷയങ്ങളുമായി നമുക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ചില ടീച്ചേഴ്സിനെയൊക്കെ വിളിക്കുമ്പോൾ അവർ യാത്രയിലാണ്, വീഡിയോയിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ഞാനൊരു SLC മാത്സിനെ കുറിച്ച് പറഞ്ഞൊരു അധ്യാപനം വിളിച്ചപ്പോൾ സാറും ട്രാഫിക്കിൽ പെട്ട് കിടക്കേണ്ടി വരും, വീട് എത്തിയിട്ടില്ല. എങ്കിലും സാറ് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. മാത്സ് വളരെ ലിബറൽ ആണോ എന്ന് ചോദിച്ചാൽ ലിബറൽ അല്ല, എന്നാൽ സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രിക്റ്റ്. പല സെൻറ്റേഴ്സുകളിലും ചിലപ്പോൾ അല്പം ലിബറലാക്കാൻ പറയും, ചിലപ്പോൾ അല്പം സ്ട്രിക്റ്റ് ആക്കാൻ പറയും. അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അധ്യാപകർ കിട്ടാറുണ്ട്. അപ്പോൾ ഏതിനും മാത്സിനെ സംബന്ധിച്ച് പിന്നെ സാറൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. A+ ഒക്കെ കൂടുതൽ എണ്ണം കിട്ടുന്നുണ്ട്. സാറ് നോക്കിയ പേപ്പറിൽ ഒരു 3ഓളം പേപ്പറൊക്കെ തന്നെ ഫുൾ മാർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളും പേടിക്കാനില്ല. ആരും സാറ് നോക്കിയ പേപ്പർ ആരും തോറ്റതായിട്ട് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ പുസ്തകമൊക്കെ മാറുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷം പിന്നെ കുറച്ചങ്ങ് സ്ട്രിക്റ്റ് ആവാൻ വഴി ലിബറലൊക്കെ ആവാനാണ് ചാൻസ്. പുസ്തകം മാറുകയാണല്ലോ അടുത്ത വർഷമൊക്കെ. അപ്പോൾ ഈ വർഷം എങ്ങനെ കുട്ടികളൊക്കെ തട്ടിപ്പോട്ടെ, അല്ലെങ്കിൽ തട്ടിക്കടന്നങ്ങ് പോട്ടെ എന്നൊക്കെ വിചാരിക്കും. അപ്പോഴേതിനും നിങ്ങൾ പേടിക്കേണ്ടതില്ല. മാത്സ് ഏകദേശം പരീക്ഷയും വളരെ പാടൊന്നും അല്ലാതെ കുട്ടികളെല്ലാം ചോദിച്ചപ്പോൾ എളുപ്പമെന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരു ഇത് എഴുതിയവർക്കൊക്കെ നല്ല മാർക്കാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചുള്ള A+ ഫുള്ളോ ഒക്കെ എത്തും. പിന്നെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഇംഗ്ലീഷ് നല്ല ലിബറലായിട്ട് തന്നെയാണ് വാല്യുവേഷൻ നടക്കുന്നതെന്നാണ് അറിഞ്ഞത്. പുസ്തകം മാറുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനും കുട്ടികളുടെ നല്ല മാർക്കും A+ എല്ലാം കിട്ടുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതിനും ഇംഗ്ലീഷും തിരക്കിയപ്പോൾ തോറ്റതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ തന്നെ നല്ല ലക്ഷണങ്ങളാണ്. ഈ വർഷം നല്ല റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരുവിധമൊക്കെ എഴുതിയ കൂട്ടുകാർക്കെല്ലാം തന്നെ നന്നായിട്ട് മാർക്ക് കിട്ടി A+ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ മറ്റ് വിഷയങ്ങൾ ടീച്ചർ കോണ്ടാക്ട് ചെയ്തെങ്കിലും അധ്യാപകരെ കിട്ടിയില്ല. എല്ലാവരും തിരക്കിലായിരിക്കും. മഴയൊക്കെ ആയിരുന്നു വൈകിട്ട്, അതുകൊണ്ട് എല്ലാവരും വീടണയുള്ള തിരക്കിലാണ്. വാല്യുവേഷൻ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. നമ്മൾ എഴുതി കൊടുക്കുന്ന മാർക്ക് ലിസ്റ്റൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അത് അവസാന ഒരു ഘട്ടമുണ്ട്, സ്ട്രിക്റ്റായിട്ട് ഘട്ടമാണ് മാർക്ക് ലിസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതിലൊക്കെ തെറ്റൊക്കെ വന്നാൽ വീണ്ടും നമ്മൾ മാറ്റിയൊക്കെ എഴുതിയിട്ട് അങ്ങനെയൊക്കെ ചിലർക്ക് സമയമൊക്കെ വീണ്ടും വൈകും. അതിന് മഴയും കൂടെ ആകുമ്പം പൊതുവേ വീണ്ടും വൈകാൻ വഴിയുണ്ട്. അതിന് നമുക്ക് അടുത്ത +2 വിശേഷങ്ങൾ ചില അധ്യാപകരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും പിന്നെ അഭിപ്രായങ്ങൾ പറയാൻ വഴിയുണ്ട്. നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി പിന്നെ വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. അതിനും എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ബായ്.